إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടാറുണ്ട്. അത്തരം പ്രതിസന്ധികളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമ്മളൊക്കെ സ്വീകരിക്കാറുണ്ട്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വരാതെ ജീവിതത്തെ സുരക്ഷമാക്കാൻ ആവശ്യമായ നടപടികൾ, ഒരു യാത്ര പുറപ്പെടുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ, എത്രത്തോളം ഒന്ന് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ഒരു കുട കൂടെ സ്വീകരിക്കും. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാം നിർവഹിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബാധിക്കാനിരിക്കുന്ന ചില പ്രതിസന്ധികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും തടുക്കാനാവാത്ത ഒന്നാണ് മരണം. മരണശേഷം ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചിന്തിച്ചാൽ ബോധ്യമാകുന്ന തെളിവുകളിലൂടെ, പ്രമാണബന്ധമായ തെളിവുകളിലൂടെ പഠിപ്പിച്ചതുമാണ്. ആ പരലോകത്തും നമുക്ക് പ്രതിസന്ധികൾ നേരിടാനുണ്ട്. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. പരലോകത്തെ അല്ലാഹു വിശേഷിപ്പിച്ച ഒന്ന്, അത് മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഭാരമേറിയ ദിവസമാണ് എന്നാണ്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നിങ്ങൾ ക്ഷണികമായ ദുനിയാവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, പരലോകത്തെ നിങ്ങൾ വെടിയുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ് ദാലിക യൗമുത് തഗാബുൻ. മുഴുവൻ മനുഷ്യരും സമ്മേളിക്കുന്ന ആ പരലോകത്ത് അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ദാലിക യൗമുത് തഗാബുൻ. ആ ദിവസമെന്നാൽ അത് ഓരോ മനുഷ്യനും അവന്റെ നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ് എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടാനുള്ള വഴിയും പരലോകത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ച കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹാ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. നഷ്ടം വരാതിരിക്കാൻ,
നഷ്ടപ്പെട്ടല്ലോ ഇനി എന്ത് എന്ന് ചിന്തിക്കാതിരിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുത്ത വഴിയാണ് സൂറത്തു തഗാബുനിലെ 9-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആരാണ് അള്ളാഹുവിൽ ശരിയാവണ്ണം വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ഊന്നിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവരിൽ സംഭവിച്ചു പോയ പാപങ്ങൾ മായ്ച്ച് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹ അബദ ദാലിക്കൽ ഫൗസുൽ അലീം. അവരതിൽ നിത്യവാസികളാണ്. അതെത്ര വമ്പിച്ച വിജയം. മരണത്തോടെ ആരംഭിക്കുന്ന ബർസഖി ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഉൾക്കൊണ്ട് ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ കുറഞ്ഞ സമയം ചിന്തിക്കും. അപ്പോഴും ആ മരണപ്പെട്ടവന്റെ കാര്യമാണ് പലപ്പോഴും ഓർമ്മയിൽ വരാറുള്ളത്. എന്റെ കാര്യം എന്ത് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അഹദക്കും ഇദാ മാത ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശിയ്യി. നിങ്ങളിൽ ഒരാൾ മരണപ്പെടുന്നതോടെ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും മരണപ്പെട്ടാലും അവന്റെ മുമ്പിൽ ഓരോ പ്രഭാതവും പ്രദോഷവും കടന്നു വരുന്നു. ആ സമയങ്ങളിലൊക്കെയും നിങ്ങളുടെ ഇരിപ്പിടം പ്രദർശിപ്പിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. അവൻ സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗത്തിലെ ഇരിപ്പിടവും, വ ഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ. നരകക്കാരനാണെങ്കിൽ നരകത്തിലെ ഇരിപ്പിടവും അവന് പ്രദർശിപ്പിക്കും. ഫയുഖാൽ, അവനോട് പറയപ്പെടും, ഹാദാ മഖഅദുക ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ നിന്റെ സീറ്റ് ഇതാണ് എന്ന് പറയപ്പെടും എന്നാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സീറ്റ് ഉറപ്പിക്കാറുണ്ട്. അവിടെ ഒരു സീറ്റ് കിട്ടുമോ? എൻ്റെ മകന്, എൻ്റെ മകൾക്ക് നിങ്ങളൊരു സീറ്റ് തരുമോ? ഇങ്ങനെ നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഭൗതിക ലോകത്ത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സീറ്റുകൾ നമ്മളൊക്കെ ഉറപ്പുവരുത്താറുണ്ട്. അതിനുവേണ്ടി നാം അധ്വാനിക്കാറുണ്ട്. പക്ഷേ ആരും രക്ഷിക്കാനില്ലാത്ത, തടുക്കാനാവാത്ത മരണശേഷം നമുക്ക് വരാനിരിക്കുന്ന അള്ളാഹു ഉറപ്പിച്ചു വച്ച ഈ സീറ്റ് നമ്മൾ എത്രത്തോളം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരലോകത്തിന്റെ ഒരു വിശേഷണം സൂറത്തു ത്വാരിഖിൽ യൗമ തുബ്ലസ് സറായിർ, അത് രഹസ്യം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. ഒരാൾക്കും തന്റെ രഹസ്യ ജീവിതം അത് മറച്ചുവെക്കാൻ കഴിയാത്ത ലോകമാണ് പരലോകം. അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചുവെക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഭൂമിയിലാവട്ടെ ആകാശത്തിലാവട്ടെ ഒന്നും അള്ളാഹുവിൻ്റെ അടുത്ത് മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തും പരലോകത്തും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്നത് നാം നിർവഹിക്കുന്ന ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങളാണ്. അതിൽ ഗോപ്യമായ നന്മകൾ ആരും അറിയാതെ നിർവഹിക്കാൻ എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനിസ്തത്വഅ മിൻകും അൻ യകൂന ലഹു ഖബ്ഉൻ മിൻ അമലിൻ സ്വാലിഹിൻ ഫൽയഫ്അൽ. നിങ്ങളിൽ ആർക്കാണ് ഒരു സ്വാലിഹായ നന്മ, അത് ഗോപ്യമായത്, ആരും അറിയാതെ നിർവഹിക്കാൻ, ഒരു നന്മ നിർവഹിക്കാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുന്നത്, ഫൽയഫ്അൽ, അവനത് നിർവഹിക്കട്ടെ, ആ കർമ്മം ചെയ്യട്ടെ എന്നതാണ്. എന്താ കാരണം? അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നാം എത്ര മറച്ചുവെക്കാൻ ശ്രദ്ധിച്ച നന്മകളാണോ അതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യ അൽ ഖഫിയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു, അത്തഖിയ്യ, ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച അടിമ. അൽ ഗനിയ്യ,
അള്ളാഹുവിനെ ഓർത്ത് അവനെ സ്മരിച്ച് അങ്ങനെ സമാധാനം കൊണ്ട അടിമ അൽ ഖഫിയ്യ, ജാടകളില്ലാത്ത, കാട്ടിക്കൂട്ടലുകളില്ലാത്ത, പ്രകടനപരതയില്ലാത്ത കർമ്മങ്ങൾ നിർവഹിക്കുന്ന അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമുക്കറിയാം, സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ പറഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഖാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് പറഞ്ഞ അല്ലാഹു ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഇതാ ഈ അധ്യായത്തിലൂടെ സക്കരിയ നബിക്ക് ചെയ്തു കൊടുത്ത റഹ്മത്താണ് പറയാൻ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത റഹ്മത്ത്? വാർദ്ധക്യത്തിന്റെ അവശമായ അവസ്ഥയിൽ പോലും തന്റെ റബ്ബിനോട് ഒരു കുഞ്ഞിക്കാല് ലഭിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന ഫലം കണ്ടു. അതാണ് അല്ലാഹു കൊടുത്ത റഹ്മത്ത്. അതിന് അദ്ദേഹം ചെയ്തത് ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, തന്റെ റബ്ബിനോട് വളരെ ഗോപ്യമായ, ആരും കേൾക്കാത്ത നിലക്ക് പ്രാർത്ഥിച്ചു അദ്ദേഹം എന്നാണ്. തഫ്സീറിൽ കാണാം, ഇന്നമാ അഖ്ഫാഹു ലിഅന്നഹു അഹബ്ബു ഇലല്ലാഹ്. അദ്ദേഹം ആ പ്രാർത്ഥന ആരും അറിയാതെ നിർവഹിക്കാൻ കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതാണ് എന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അദ്ദേഹത്തിന് യഹ്യ എന്ന സന്താനത്തെ നൽകി. ആ യഹ്യ എന്ന മകനെയും അള്ളാഹു പ്രവാചക പദവിയിലേക്ക് എത്തിച്ചു എന്നതാണ് ചരിത്രം. ഇതുപോലെ തന്നെ നാം ത്യാഗം ചെയ്തു നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരതാ കിടപ്പറകളിൽ നിന്ന് എഴുന്നേറ്റ് ഭയപ്പാടോടെ, പ്രതീക്ഷയോടെ തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നാം അവർക്ക് നൽകിയത് ചെലവഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആരും കാണാത്ത നിലക്ക് ഏറ്റവും കൺകുളിർമയാകുന്ന സ്വർഗീയ സുഖങ്ങളാണ് അവരുടെ കർമ്മഫലമായി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അഖ്ഫാ ഖൗമുൻ അമലഹും ഫഅഖ്ഫല്ലാഹു ലഹും മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി അഹദ്. ഒരു കൂട്ടം ആളുകൾ അവരുടെ കർമ്മങ്ങളൊക്കെ മറച്ചുവെച്ചു. ആളുകൾ അറിയാത്ത നിലക്ക് സൽക്കർമ്മങ്ങളൊക്കെ അവർ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സിൽ തോന്നാത്ത, ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗീയ സുഖങ്ങളാണ് അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത് എന്നതാണ്. ഇന്ന് ജാടകളുടെ ലോകത്താണ് നമ്മളുള്ളത്. എല്ലാം പ്രകടന പരതയുടെ ലോകത്താണ്, കാട്ടിക്കൂട്ടലുകളാണ്. ഏത് നന്മയും നാലാളുകൾ അറിയട്ടെ, അറിഞ്ഞില്ലെങ്കിൽ അതൊരു മനപ്രയാസമാണ് ആളുകൾക്ക്. അത്രയും സൽക്കർമ്മങ്ങളെ പരസ്യപ്പെടുത്തുന്ന, കോപ്യമാകുന്ന നന്മകൾ സമൂഹത്തിൽ പാടെ കുറഞ്ഞു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് രക്ഷയായി എന്താണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു, ഇന്നീല അവദ്ദു അൻ അതഖറബ ഇലല്ലാഹി ബിത്വാഅത്തിൻ ലാ യഅലമുഹാ അഹദുൻ. ഞാൻ അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒരു സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലാ യഅലമുഹാ അഹദുൻ, അത് ഒരാളും അറിയാത്ത നിലക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. പരലോകത്ത് സ്വർഗം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം ആളുകളെ അവന്റെ അറശിന്റെ തണലിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നു. അറശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ പറഞ്ഞപ്പോ, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ യമീനുഹു മാ തുൻഫിഖു ശിമാലുഹു. തന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത നിലക്കാണ് അവൻ ദാനധർമ്മങ്ങൾ ചെയ്തത്. അവൻ അല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, എന്റെ ളില്ലല്ലാത്ത, തണലല്ലാത്ത ആ പരലോകത്ത് അവരെ തണലിലിട്ട് അവനെ ബഹുമാനിക്കുമെന്നാണ്. ഒരു ഹദീസിൽ കാണും, അസ്സദഖത്തു സിർറു തുത്ഫിഉ ഗളബർ റബ്ബ്. രഹസ്യമായ ധർമ്മം എന്നത് അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലാതെയാക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളൊക്കെ പ്രകടനമാകുന്ന ലോകത്താണ് നമ്മളുള്ളത്. പരമാവധി എത്രമാത്രം അത് ഗോപ്യമാക്കാൻ കഴിയുമോ അത്രമാത്രം അത് ഗോപ്യമാക്കണം. രഹസ്യമായ കർമ്മങ്ങൾ മുഴുകുമ്പോൾ
നിഫാഖിൽ നിന്ന്, കാപ്പട്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. ഒരിക്കൽ ഹുദൈഫത്തുബ്നുൽ യമാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹൽ അന മിനൽ മുനാഫിഖീൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സ്വാഹിബു സിർറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല രഹസ്യങ്ങളും സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ മദീനയിലെ 70ഓളം വരുന്ന കപടവിശ്വാസികളെ കുറിച്ച് റസൂലുള്ള ഹുദൈഫയോട് പറഞ്ഞു കൊടുത്തു. അതറിഞ്ഞുകൊണ്ട് പലപ്പോഴും ഹുദൈഫയോട് ആളുകൾ ചോദിക്കുക, ഹൽ അന മിനൽ മുനാഫിഖീൻ, ഞാൻ മുനാഫിക്കുകളിൽപ്പെട്ട ആളാണോ എന്ന്. ആ സമയം ഹുദൈഫ അങ്ങനെ ചോദിച്ചയാളോട് ചോദിച്ചു, അതുസല്ലി ഇദാ ഖലൗത, നീ ആളുകളൊന്നുമില്ലാത്ത, ആരും അറിയാത്ത ഒഴിവുവേളയിൽ നീ നമസ്കരിക്കാറുണ്ടോ? വതസ്തഗ്ഫിറു ഇദാ അദ്നബ്ത, വല്ല കുറ്റവും പാപങ്ങളും വന്നാൽ ആത്മാർത്ഥമായി തൗബ ചെയ്യാറുണ്ടോ, ഇസ്തിഗ്ഫാറിൽ മുഴുകാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് ഫമാ ജഅലകല്ലാഹു മുനാഫിഖ, നീ പോ, നിന്നെ അല്ലാഹു ഒരിക്കലും മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പെടുത്തുകയില്ല എന്നാണ്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാ, അദ്ദേഹം താബിഈകളിലെ പ്രമുഖനാണ്. അറിവുകൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അറിയപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ചില വിശേഷണങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. യുദ്ധം ചെയ്യുമ്പോൾ മുഖം മൂടി ധരിക്കുമായിരുന്നു എന്നാണ്, ആളുകൾ അറിയാതിരിക്കാൻ. ഒരു കടക്കാരനെ തന്റെ കടബാധ്യത കാരണം താൻ അറിയുന്ന ഒരാൾ ജയിലിലടക്കപ്പെട്ടു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അതറിഞ്ഞപ്പോ അദ്ദേഹം ആർക്കാണ് കടം കൊടുക്കാനുള്ളത് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ കടം മുഴുവൻ വീട്ടി. എന്നിട്ട് ഒരൊറ്റ കരാർ പറഞ്ഞൊരു വാഗ്ദാനം, വഹല്ലഫഹു അല്ലാ യുഖ്ബിറ അഹദൻ മിനൻ നാസി മാദാമ ഹയ്യ. ആ ജയിലിൽ അടക്കപ്പെട്ട വ്യക്തി ആർക്കാണ് കടം കൊടുക്കാനുള്ളത് അദ്ദേഹത്തെ കണ്ട് ആ കടബാധ്യത മുഴുവൻ തീർത്തു. എന്നിട്ട് ഇബ്നുൽ മുബാറക് പറഞ്ഞു, ഒരു കരാറുണ്ട് നിന്നോട്, ഈ വിവരം ഞാനാണ് ഈ കടം വീട്ടിയതെന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയരുത്, ഒരാളും അറിയരുത്. അങ്ങനെ ജയിലിലടക്കപ്പെട്ടാൽ ജയിൽ മോചിതനായി. അദ്ദേഹത്തിന് അറിയില്ല ആരാണ് എന്റെ കടം വീട്ടിയത് എന്ന്. അതേ അബ്ദുല്ലാൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്ത ഒരുപാട് സേവനങ്ങൾ കാണാം. അദ്ദേഹത്തെക്കുറിച്ചാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, മാ റഫഅല്ലാഹു ഇബ്നുൽ മുബാറക് ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലഹു. ഇബ്നുൽ മുബാറക്കിന് അള്ളാഹു പദവികൾ കൊടുത്ത് ഉയർത്താൻ കാരണം അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളായിരുന്നു. എങ്ങനത്തെ സൽക്കർമ്മങ്ങൾ? കോപ്യമാക്കിയ, ആരും അറിയാത്ത സൽക്കർമ്മങ്ങൾ. സഹോദരന്മാരെ, ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക. ആ നന്മകളിൽ ഗോപ്യമാക്കി ചെയ്യാൻ ഏതൊക്കെ നന്മകളെ കുറിച്ച് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ആലോചിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് മറ്റുള്ളവർക്ക് അന്നം നൽകുക എന്നത്. ഇത്ആമു ത്വആം, ഭക്ഷണം നൽകുക. അതൊരു സാധു തന്നെ ആവണമെന്നില്ല. ആർക്കാണോ ഭക്ഷണം വേണ്ടത് അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വമാ അദ്റാക മൽ അഖബ, എന്താണ് അവർ താണ്ടിക്കടക്കേണ്ട ചുരമാർഗം? ഫഖു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അവർ താണ്ടിക്കിടക്കേണ്ട ചുരമാർഗമായി അല്ലാഹ് പട്ടിണിയുള്ള നാളിൽ അന്നം കൊടുക്കുക, കുടുംബബന്ധമുള്ളവനും അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന അഗതിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്ന് ഭക്ഷണം അത് കഴിക്കുന്നതിലപ്പുറമാണ് ആളുകൾ ധൂർത്തടിക്കുന്നത്. നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായി പലപ്പോഴും ധൂർത്തടിച്ച് നശിപ്പിച്ചു കളയുന്നൊരവസ്ഥ സമൂഹത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ പോലുള്ള സൽക്കാരങ്ങളിലൊക്കെ
ഭക്ഷണ ധൂർത്ത് നമുക്ക് കാണാൻ കഴിയും. അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളിലും ഭക്ഷണം കൊടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേക പദവിയിലെത്തിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പല സ്വഹാബികളുടെ ചരിത്രത്തിലും അതുണ്ട്. സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ പേരമകൻ അലി ഇബ്നു ഹുസൈൻ, അദ്ദേഹത്തെക്കുറിച്ച് കാണാം, യുംഫിഖു അലാ മിഅത്തി ബൈത്തിൻ ഫിൽ മദീന, മദീനയിലെ 100ഓളം വീടുകളിൽ അദ്ദേഹം ഭക്ഷണം എത്തിക്കുമായിരുന്നു. യഅതീഹിം ഫിൽ ലൈലി ബിത്ത്വാമി വലാ യഅരിഫൂന മനിൽ ആതി ബിഹിം. ആ ഭക്ഷണവുമായി രാത്രിയിലാണ് അദ്ദേഹം വീടുകളിലെത്തുക. ആരാണ് ഈ ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഫലമ്മ ഹത്താ മാത റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ വീടുകളിൽ പട്ടിണിയായി. അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന ആളാണ് മരണപ്പെട്ടത്, അതുകൊണ്ടാണ് ഭക്ഷണം എത്താത്തത് എന്ന് മരണപ്പെട്ട ശേഷമാണ് അറിഞ്ഞത് എന്നാണ്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക, കോപ്യമായ നന്മകൾ. എൻ്റെ മുമ്പിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, നിങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ല ഒരു ജോലിയും നല്ല വരുമാനവും ആഗ്രഹിച്ചു തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവണം. എൻ്റെ കയ്യിൽ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ പണമുണ്ടായാൽ അതിന് നല്ലൊരു വിധം ഈ നാട്ടിലുള്ള ആവശ്യക്കാർക്ക് ഞാൻ നൽകുമെന്ന ആ ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന കാര്യത്തിൽ പോലും നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും എന്നത് തീർച്ചയാണ്. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു പ്രയാസങ്ങൾ ദൂരീകരിച്ച് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും പ്രതിസന്ധികളും പ്രയാസങ്ങളുമില്ലാത്ത ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.